ശമ്പള പരിഷ്കരണം 3 മാസം കൊണ്ട് പറ്റില്ല എന്നാണല്ലോ ഒരു തർക്കം നടക്കുന്നത്. അപ്പോൾ സർക്കാർ തലത്തിൽ മറ്റൊരു കാര്യം സീരിയസ് ആയിട്ട് ആലോചിക്കുകയാണ്. എന്തുകൊണ്ട് ഒരു 6-7% ഇടക്കാല ആശ്വാസം കൊടുത്തുകൊണ്ട് 10% ഫിറ്റ്മെന്റ് അലവൻസ് എന്ന് പറയുന്നതിൻ്റെ 6%, 7% ഇൻട്രിം അലവൻസ് എന്നുള്ള നിലയിൽ, ഒരു ഇൻട്രിം റിലീഫ് എന്നുള്ള നിലയിൽ ഇടക്കാല ആശ്വാസം കൊടുക്കുകയും നാളിതുവരെയുള്ള DA കൊടുക്കുകയും ചെയ്താൽ 2 കാര്യങ്ങൾ കൊടുക്കണം. ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. ഒന്ന്, നാളിതുവരെയുള്ള DA മാർച്ച് മാസം കൊണ്ട് കൊടുത്തു തീർക്കുക. ഫെബ്രുവരിയിൽ ഒരെണ്ണം കൊടുക്കുക, ബാക്കി മാർച്ച് മാസം കൊണ്ട് കൊടുത്തു തീർക്കുക. മാർച്ച് മാസം ആകുമ്പോൾ ഈ ശമ്പള പരിഷ്കരണത്തിന്റെ കമ്മിറ്റിയുടെ സ്വഭാവം അറിയാൻ പറ്റും. അറിഞ്ഞു വെച്ചതിന് ശേഷം ഒരു ഇൻട്രീം റിലീഫ് അല്ലെങ്കിൽ ഇടക്കാല ആശ്വാസം എന്നുള്ള നിലയിൽ 6-7% കൊടുത്ത് പിന്നെ DA കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ ഹാപ്പി. പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞിട്ടോ അടുത്ത ഗവൺമെന്റ് വന്നിട്ടോ അല്ലെങ്കിൽ ഈ കമ്മിറ്റി വന്ന് റിപ്പോർട്ട് 3 മാസം കഴിഞ്ഞ് മോഹൻദാസ് IAS പറയുന്ന പോലെ സമാധാനമായി ഇരുന്ന് കിടന്ന് പഠിച്ച് അവർ പഠിച്ച് തന്നെ റിപ്പോർട്ട് കൊടുത്താലും വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സർവീസ് സംഘടനകൾ ഗവൺമെന്റിനോട് പറയേണ്ടത്, നിങ്ങൾ ഈ സെമിനാറും പരിപാടികളൊക്കെ നിർത്തി പറയേണ്ടത്, ഒന്നുകിൽ 3 മാസത്തിനകത്ത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ കൊണ്ടുവരൂ. പ്രായോഗികമല്ല. കാരണം 3 മാസം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, എന്തായാലും ഏപ്രിൽ 1-ന് ഇപ്പുറം കൊണ്ടുവന്നൊരു സാധനം ഒരു ദിവസം രാവിലെ എടുത്ത് വെച്ച് ക്യാബിനറ്റിൽ അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെ അംഗീകരിച്ചാലും കൊടുക്കാനും പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ. അപ്പോൾ അംഗീകരിക്കാൻ പറ്റില്ല, കൊടുക്കാൻ പറ്റില്ല, റിപ്പോർട്ടും കൊടുക്കത്തില്ല. മാത്രമല്ല, ഇലക്ഷൻ പ്രഖ്യാപിക്കുമെന്നൊരു തോന്നൽ വന്നാലും മതി, അതിൻ്റെ ഒരു ഷാഡോ വന്നാൽ ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ട് എഴുതുന്ന ആശാന്മാരും ഒന്ന് ഇതിനെ വലിച്ചുകൊണ്ട് പോകാൻ നോക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത് സിറ്റിംഗ് ഫീസ് കിട്ടും, സൗകര്യങ്ങൾ കിട്ടും, കാറ് കിട്ടും, ഓഫീസ് കിട്ടും, കമ്പ്യൂട്ടർ കിട്ടും, ലാപ്ടോപ്പ് കിട്ടും, ചായ കിട്ടും, കോഫി കിട്ടും. അവർക്ക് ഒരു 4-5 പേർക്കൊരു ആവേശമാണ്. അതുകൊണ്ട് അവരിത് വലിച്ച് റബ്ബർ ബാൻഡ് പോലെ വലിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വലിച്ചുകൊണ്ട് പോകാതിരിക്കണമെങ്കിൽ ഗവൺമെന്റിന് ചെയ്യാവുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു നിർദ്ദേശമായിട്ട് സർവീസ് കൺസൾട്ടന്റുമാരും നമ്മളെ കൂടെ നിൽക്കുന്ന ടീമും എല്ലാം തന്നിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിന്തയാണ്. നമ്മൾ ആലോചിക്കുമ്പോൾ കിട്ടുന്നൊരു ചിന്തയാണ്. ഒരു ഇടക്കാല ആശ്വാസം എന്തുകൊണ്ട് കൊടുത്തുകൂടാ? ഒരു 6-7% കൊടുത്താൽ മതി. അതായത് നമ്മുടെ ഫിറ്റ്മെന്റ് അലവൻസിന്റെ ഒരു 7% എന്നുള്ള കണക്കിൽ കൊടുക്കുക, ബാക്കി DA കൊടുക്കണം. അപ്പോൾ നല്ലൊരു എമൗണ്ട് പാവപ്പെട്ടവരെ കയ്യിൽ കിട്ടും, ജീവനക്കാരെ കയ്യിൽ കിട്ടും, അവർ ഹാപ്പിയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? സമാധാനപരമായിട്ടിരുന്ന് കമ്മിറ്റി ഇരുന്ന് ഈ കാര്യങ്ങൾ, കമ്മീഷൻ ഇരുന്ന് കാര്യങ്ങളൊക്കെ ആലോചിച്ച് അനോമലിയൊക്കെ തീർത്ത്, കഴിഞ്ഞ പ്രാവശ്യത്തെ അനോമലികളും കുറേയുണ്ട്, അതും തീർത്ത് സർവീസ് സംഘടനകളുമായിട്ട്, എല്ലാ ഭരണപക്ഷ പ്രതിപക്ഷ സർവീസ് സംഘടനകളുമായിട്ട് ചർച്ച വെച്ച് ഗവൺമെന്റ് ലെവലിലും പലതരത്തിൽ ചർച്ച ചെയ്ത് ധനകാര്യ കമ്മീഷനെ വെച്ചുകൊണ്ട് ധനകാര്യ കമ്മിറ്റിയിലും ഇത് വെച്ച് ഗവൺമെന്റിന്റെ റിപ്പോർട്ടാക്കി ഇതിനെ കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യണം. അല്ലാതെ ഒരു മാർഗം കാണുന്നില്ല. 3 മാസത്തേക്ക് വച്ചത് കൊണ്ടൊരു ഗുണം ഇല്ല. ഇനി മറ്റൊരു തമാശ എന്തെന്ന് വെച്ചാൽ, ബാലഗോപാലിന് പറ്റിയിരിക്കുന്ന ഒരു അബദ്ധം, അദ്ദേഹത്തിൻ്റെ പ്രായോഗിക രാഷ്ട്രീയ പരിചയക്കുറവ് കൊണ്ട് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇപ്രാവശ്യം 3 മാസം കൊണ്ട് കൊടുത്തെന്ന് വിചാരിക്കുക. ഈ 3 മാസം കൊണ്ട് പറയുന്നത് അത് മാർച്ച് അവസാനം 2 മാസം അങ്ങനെ ആക്കി ഇനി കൊടുത്തെന്ന് വിചാരിക്കുക. ഏതെങ്കിലും സാഹചര്യത്തിൽ കൊടുത്തു, അല്ലെങ്കിൽ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചു എന്ന് വിചാരിക്കുക. കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചാലും കൊടുത്താലും നിങ്ങൾക്ക് വോട്ട് കിട്ടാൻ പോണില്ല. കാരണം എന്ന് വെച്ചാൽ ഇനി അടുത്ത 5 വർഷവും കൂടി ബാലഗോപാലിനെ തന്നെ ഈ സംസ്ഥാനം ഏൽപ്പിച്ചാൽ ഇതുപോലെ ആയിരിക്കത്തില്ലേ? വീണ്ടും ഇത് നീട്ടി കൊണ്ടുപോയി അടുത്ത 5 വർഷത്തെ ശമ്പള വർഷം നടക്കൂല, അടുത്ത 5 വർഷവും DA ഒന്നും കിട്ടത്തില്ല എന്ന് ബുദ്ധിയുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോഴേ പഠിച്ചു വയ്ക്കും. അതുകൊണ്ട് ഇടതുപക്ഷത്തിൽ നിന്നും ഒരു വോട്ട് പോലും കിട്ടാൻ പോകുന്നില്ല. ഇത് വെളുക്കാൻ തേച്ചത് പാണ്ടാകും. നേരത്തെ 1 വർഷം മുമ്പ് 1/7/2024 ഡ്യൂ ആയപ്പോൾ, ശമ്പള പരിഷ്കരണത്തിന്റെ ഡേറ്റ് ഡ്യൂ ആയപ്പോൾ കൃത്യമായി DAയും കൊടുത്ത് ആ സമയത്ത് ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷൻ വെച്ചിരുന്നെങ്കിൽ, 2024 വെച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും 25 കഴിഞ്ഞു, 26 1.5 വർഷം കിട്ടി വളരെ മനോഹരമായ രീതിയിൽ റിപ്പോർട്ട് നടപ്പിലാക്കാമായിരുന്നു. അല്ലെങ്കിൽ അവസാന വർഷം എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോകാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നടപ്പിലാക്കാനും പറ്റുന്നില്ല. നടപ്പിലാക്കിയാലും വിശ്വാസം നഷ്ടപ്പെടും. എന്തൊരു തമാശ എന്നറിയോ, എന്തൊരു രോഗം. തിന്നാലും കച്ചിട്ട് തുപ്പാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറയുന്ന ചില ഐറ്റങ്ങളുണ്ട്. മധുരമുണ്ട് തോന്നുമ്പോൾ, അതുകൊണ്ട് തുപ്പാൻ തോന്നുന്നില്ല. എന്നാൽ കയ്പുണ്ട്, അതുകൊണ്ട് ഇറക്കാനും പറ്റുന്നില്ല. നിങ്ങൾ പിടിച്ചത് ഒരു പുലിവാലിലാണ് ബാലഗോപാൽ പിടിച്ചിരിക്കുന്നത്.